നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 ചായക്കട ഇൻ കേരള നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകണം. നമ്മൾ ഓരോ ചായക്കടയിൽ കയറിയിട്ട് ഓരോരോ ചായ കുടിക്കും. അത് ശരിക്കുള്ള ഗൂഗിൾ റിവ്യൂ പോലെ ഉണ്ടോന്നനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനെ 5 കാറ്റഗറീസ് ആയിരിക്കും ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ റാങ്ക് ചെയ്യും, എന്നിട്ട് ഫൈനൽ ലിസ്റ്റാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സേവേട്ട തട്ടുകട. ആദ്യം വന്നത് ഇവരുടെ ഏറ്റവും കൂടുതൽ റിവ്യൂ കാണിക്കുന്നത് ആദ്യത്തെ. അപ്പോൾ നമ്മൾ ഇതിനെ റാങ്ക് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ക്വാണ്ടിറ്റി എങ്ങനെയുണ്ട്, അതേപോലെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, അത് മിക്സ്ചർ എങ്ങനെ, വെള്ളം അധികമാണോ, അതേപോലെ മെയിനായിട്ട് ആംബിയൻസ് എങ്ങനെയുണ്ട്, പിന്നെ റേറ്റ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചായ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഗ്ലാസ് ഒക്കെ നമ്മളുടെ എല്ലാ തട്ടുകടയിലും കിട്ടുന്ന സെയിം ഗ്ലാസ് തന്നെയാണ്. ചായയുടെ ക്വാണ്ടിറ്റിയും ഏകദേശം അത്യാവശ്യം ഉണ്ട്. നോർമൽ എല്ലാ ചായക്കും കിട്ടുന്ന ക്വാണ്ടിറ്റി തന്നെ. കളറും വളരെ നന്നായിട്ടുണ്ട്. ലൈക്ക് ശരിക്കുള്ള റെഗുലർ ചായയുടെ സെയിം കളർ. ഞാൻ ഫസ്റ്റ് സിപ്പ് ഒന്ന് ഇട്ട് കേട്ടോ. ടിപ്പിക്കൽ തട്ടുകട ചായ. കട്ടി കറക്റ്റ് ആണ് കേട്ടോ. ചായപ്പൊടിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുണ്ട്. പാലിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. ക്വാണ്ടിറ്റി നൈസ് ആയിട്ടുണ്ട്. ഷുഗറും കറക്റ്റ് ആണ്. പക്ക എങ്ങനെയാണ് ഒരു തട്ടുകട ഉണ്ടാവുക, അതിന്റെ കറക്റ്റ് ആംബിയൻസും കറക്റ്റ് ചായയുടെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നൈസ് ആയിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ചെറിയ മസാല ടൈപ്പ് ഫീൽ എനിക്ക് തോന്നി. അതേപോലെ ഷുഗർ കണ്ടന്റ് ഒക്കെ കറക്റ്റ് ആണ്. കട്ടി നല്ല ഇതാണ്, അതുപോലെ ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഫൈനൽ റേറ്റിംഗ് ആയിട്ട് 5ൽ 3 കൊടുക്കും. അപ്പൊ നമ്മൾ സെക്കൻഡ് ഷോപ്പിലെ ചായ ഓർഡർ ചെയ്തു. ഇപ്പൊ ചായ കിട്ടിയിട്ടുണ്ട്, 2 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചങ്കാണത്, നമ്മുടെ ആൽഫി. ഓക്കെ, ചായ ഗ്ലാസ് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഷേപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് ഞാൻ കുടിച്ചു, വന്നപ്പോ തന്നെ വളരെ നന്നായിരുന്നു. അപ്പൊ ഞാൻ 2 സിപ്പ് എടുത്തു, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ കറക്റ്റ് കട്ടിയാണ്, കറക്റ്റ് എന്താ പറയുക, ചായപ്പൊടി അളവൊക്കെ വളരെ കറക്റ്റ് ആണ്. പിന്നെ പാലും കറക്റ്റ് ആണ്. ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കും. ആ പാടക മുകളിൽ ഇറക്കണം, അത് കറക്റ്റ് മിൽക്ക് ഷേക്ക് വരണം. ഓക്കെ, ഷുഗറും കറക്റ്റ് ആയിട്ട് ഞാൻ 2 സിപ്പ് ഓൾറെഡി ഇട്ടിരുന്നു. എന്നാലും ഷുഗറൊക്കെ വളരെ കറക്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. സിപ്പ് എടുത്തോളൂ. എങ്ങനെ ഉണ്ടാവില്ല സാർ? നൈസ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞ പോലെ നല്ല കട്ടിയൊക്കെ നന്നായിട്ടുണ്ട്. നല്ല മസാല ഫീൽ ഇല്ല, നോർമൽ ചായന്റെ ഫീൽ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും പറയുകയാണെന്ന് വെച്ചാൽ ഒരു 4 out of 5 കൊടുക്കാം. കാരണം ആംബിയൻസ് നന്നായിട്ട് അതിനെ ഇതാക്കിയിട്ട്, അതുപോലെ നല്ല സർവീസ് നല്ലതാണ്. സോ 4 out of 5. 4 out of 5. മച്ചാ നീയോ? ഞാനും 4 out of 5. ഓക്കെ, ഗുഡ്. അപ്പോ യെസ്, ഞാനും അതെ, 4 out of 5. ഓക്കെ, അപ്പോൾ ആവറേജ് 4 ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചായ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. കടയുടെ പേരൊന്നും അറിയില്ല, പക്ഷെ റിവ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ആവറേജ് അത്ര എനിക്ക് പറയാനുള്ളൂ. വലിയ ഇതൊന്നുമില്ല. ഓക്കെ, നല്ല ചൂടുണ്ട് കേട്ടോ. ബാക്കിയുള്ള 2 കടയിനെയും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചൂടുണ്ട്, ഭയങ്കര ഹോട്ടാണ്. ലൈക്ക് ഗ്ലാസ് ഒക്കെ ഭയങ്കര ഹോട്ടായിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഒക്കെ ഏകദേശം സെയിം ആണ്. പറഞ്ഞത് മനസ്സിലായി എന്താ വെച്ചാൽ ഇതില് കട്ടി നല്ല കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട്. അത് യെസ്, കട്ടി ഭയങ്കര കുറവാണ്. ഇതിൽ വെള്ളം അധികം ആഡ് ചെയ്ത പോലെ ഉണ്ട്. റേറ്റ് എത്രയായിരുന്നു? സിമിലർ ആണോ? എനിക്കൊരു 2.7 രൂപ. ഐ മീൻ പ്രൈസ് എത്രയെന്ന് വെച്ച് അടുത്ത സ്പോട്ട് എത്തിയിരിക്കുന്നത് TNT കേരളയിലാണ്. സോ അപ്പോ നമുക്ക് നേരെ നോക്കി നോക്കാം. ഇവിടുത്തെ ചായ അടിപൊളിയാണെന്നാണ് കേട്ടിരിക്കണത്. ഇറ്റ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദി മോസ്റ്റ് ഹൈസ്റ്റ് റേറ്റ്. അതെ, ഷവായി നൈസാണ്, ചായ നൈസാണ്. നമുക്ക് ചായ നമ്മൾ റേറ്റ് ചെയ്യാൻ പോണ്. ചായ കുടിക്കാം, നമുക്ക് നോക്കി നോക്കാം. TNTന്റെ ചായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം ഇത് വിഷയ സാധനമാണെന്ന്. പക്ഷെ കുടിച്ചു നോക്കാം. ഞാൻ ഒന്നും ആരും പറയുന്നില്ല. ഗ്ലാസിന്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾ നോക്കിക്കോ. ചായ മറ്റേ പോലെയല്ല, കുറച്ച് പാട അധികം കയറിയിട്ടുണ്ട്. എനിക്ക് പാടുള്ള ചായ അധികം ഇഷ്ടമല്ല. പാട അങ്ങനെ വേറെ ഒന്നും താല്പര്യമില്ല. പക്ഷെ ഞാൻ കുടിച്ചു നോക്കാം. കുടിച്ചു നോക്കിയിട്ട് ഞാൻ പറയുള്ളൂ. നല്ല ചൂടുണ്ട്. ഓക്കെ, വാവ്, ഇത് നൈസാണ്. ഇതുവരെ കുടിച്ചാല് ദി ബെസ്റ്റ് ഇപ്പൊ TNT കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. കറക്റ്റ് മിൽക്ക്, കറക്റ്റ് ചായപ്പൊടി, കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പറയുമ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് ചായ കുടിക്കുന്നത്, എന്നാലും ഭയങ്കര വിഷയം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു രക്ഷയില്ല.
ചൂടല്ലേ, ചൂട് പെർഫെക്റ്റാ. അപ്പൊ നൈസായിരുന്നു. സ്ഥലം കുടിച്ചു നോക്കും. സെറ്റ് മസാല ഫ്ലേവർ എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ ഇത് അവര് മിക്സർ കറക്റ്റ് ആയതുകൊണ്ട് നന്നായി കുടിക്കാൻ പറ്റുന്നുണ്ട്. മിൽക്ക് കണ്ടന്റ് നന്നായിട്ടുണ്ട്. ഓവറോൾ ക്വാണ്ടിറ്റി സെറ്റ് ആയിട്ടുണ്ട്. നല്ല ആംബിയൻസ് സെറ്റാണ്, സർവീസും സെറ്റാണ്. ഓവറോൾ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ്. നമ്മൾ റിവ്യൂ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ് ഞാൻ പറയുള്ളൂ. ഞാൻ പറയാന്ന് ഞാൻ 5 out of 5 കൊടുക്കും. യെസ്. ഓക്കെ, നമുക്ക് ഞാൻ മാത്രം പറഞ്ഞ പറയാം, ജൂരി ഒപ്പീനിയനും കൂടി വേണം. ഇതെന്താന്ന് വെച്ചാല് നൈസാണ്. പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ടീമാനാക്കിൽ കുടിച്ചതാണ് ഒന്നുകൂടെ ബെറ്റർ ആയി തോന്നിയത്. എന്താ അറിയില്ല. പിന്നെ ഷവായ ഒക്കെ ഇവിടുത്തെ നൈസാണ്. ചായക്ക് വരുമ്പോ ഞാൻ 3 കൊടുക്കുള്ളൂ. എന്താണ് ടീമാനൊക്കെ നന്നാവും പറയാൻ കാരണം? ടീമാനാക്കില് ഇത് ഓവർ മസാല, ചിലവർക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഇത് ഓവർ മസാല തോന്നി. അപ്പോ നമ്മളൊരു ആവറേജ് എത്ര കൊടുക്കും? 3 കൊടുക്കാം. 3. I would give it a 5. 5. ഓക്കെ, അപ്പൊ ഞാനും 5 തന്നെയാണ് കൊടുക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചായ. സോ 5. 2 പേര് 5 കൊടുത്തിട്ടുണ്ട്. ആൽഫി 3.5 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മസാല ഇച്ചിരി കൂടി എന്നാണ് പറഞ്ഞത്. ആവറേജ് സ്കോർ നമ്മൾ റാങ്ക് ചെയ്യാം. ഓക്കെ, ഗുഡ്. നമ്മൾ നെക്സ്റ്റ് കടയിൽ എത്തിയിട്ട് നമ്മുടെ ഫോറസ്റ്റ് കഫേയിലാണ് ഇപ്പോ അടുത്തതായിട്ട് നമ്മൾ ചായ ഓർഡർ ചെയ്തിരിക്കണേ. കപ്പൊക്കെ നമുക്ക് TNT കണ്ട പോലത്തെ സെയിം കപ്പാണ്. വലിയ ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നുന്നില്ല. ജസ്റ്റ് ഒരു 10 രൂപ 12 രൂപയ്ക്ക് കിട്ടുന്ന അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടെ. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം, ചെക്ക് ചെയ്തിട്ട് വരാം. ഭയങ്കര ഹാർഡാണോ? ചായപ്പൊടിയുടെ അളവ് ഇച്ചിരി കൂടിയിട്ടോ സംശയമുണ്ട്. മിൽക്ക് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. വെള്ളം സെയിം ആണ്, ക്വാണ്ടിറ്റി സെയിം ആണ്. പക്ഷേ ചായപ്പൊടി ഇച്ചിരി കൂടുതലാണ്. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, പുള്ളിക്ക് ഒരു ചായ കൊടുത്തിട്ടുണ്ട്. പുള്ളി എങ്ങനെ ഉണ്ടെന്ന് ഇപ്പൊ പറയും. കുഴപ്പമില്ല, പക്ഷേ കുറച്ച് കട്ടി കൂടുതലാണ്, കടുപ്പം കൂടുതലാണ്. കടുപ്പം കൂടുതലാ ചെറുതായിട്ട്. ലൈറ്റ് ഒന്ന് പറയാൻ മറന്നു എന്ന് തോന്നുന്നു. ഇല്ല, നമ്മൾ നോർമൽ ചായ ആയിട്ട് പറഞ്ഞു. എല്ലാ സ്ഥലത്തും നോർമൽ ചായ ആണ് പറയാറ്. എന്നാലും കടുത്ത ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചായപ്പൊടി എന്റെ കയ്യിലുണ്ട്, അത് ഒരു വായത്ത കഴിഞ്ഞു. സൈസ് നോക്കിയൊരു എങ്ങനെയുണ്ട്? നമ്മളൊരു 5 സ്റ്റാറിൽ എത്ര കൊടുക്കും? എത്ര കൊടുക്കാം? ഒരു 3.5 കൊടുക്കാം. ഞാനും അതന്നെ ഉദ്ദേശിച്ചു. 3.5-നുള്ളത് കേട്ടോ. നല്ല ചൂടൊക്കെ കറക്റ്റ് ആണ്. ഭയങ്കര ഓവർ ചൂടൊന്നുമില്ല, കുടിക്കാൻ പറ്റിയ കറക്റ്റ് ചൂടാണ്. അത് എനിക്ക് ഇഷ്ടമായി. അതല്ലേ കുടിച്ചു നോക്കും. എങ്ങനെയുണ്ട്? അത്യാവശ്യം പാകത്തിന് മധുരം എല്ലാത്തിനും. അതെ, നോക്കി നോക്കാം. ചൂട് ഭയങ്കര അധികമാണ്. കടുപ്പം എനിക്ക് കറക്റ്റ് ആയിട്ടാ തോന്നിയത്. പക്ഷേ അത് ഓരോരുത്തർക്കും വേറെ പ്രിഫറൻസ് ആയിരിക്കും. എന്താണ് സ്ഥലം? കടുപ്പാണോ? TNT ആണ് ബെറ്റർ. ഇത് ആ ഒരു ഫീല് കിട്ടുന്നില്ല. അതെ, ക്വാണ്ടിറ്റി TNT-നായിട്ട് അധികമാണ്. ഓക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ സറൗണ്ടിങ് എന്ന് പറയുന്നത് കാഴ്ചകൾ തന്നെ വിളിക്കാൻ വേണ്ടി ആംബിയൻസ് സെറ്റാണ്. TNT ആണ്. പക്ഷെ ഈവനിങ് വൈബ് ആൾക്കാരെല്ലാരും കൂടി കൂടുമ്പോൾ ആ ഒരു വൈബ് TNT ഇമ്മടിയും വ്യത്യാസമാണ്. നിങ്ങളൊരു ക്രൗഡ് എൻജോയ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ സ്പോട്ടാണ് കുറച്ചുകൂടി ബെറ്റർ. ഞാൻ യോജിക്കുന്നു. എത്ര ഉണ്ട്? 5 സ്റ്റാറിൽ എത്ര കൊടുക്കും? ഞാൻ 3 കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരു 3 കിട്ടിയിട്ടുണ്ട്, ഒരു 3.5 കിട്ടിയിട്ടുണ്ട്, അഗെയിൻ ഒരു 3.5 കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് സ്പോട്ടിലാണ്. നമ്മുടെ ലാസ്റ്റത്തെ ചായ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ എന്താ പറയാ, ഫുഡ് ബേ കഫേത്തെയാണ് നമ്മളുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ചായ കുടിക്കാൻ പോണത്. സോ കുറേ ചായ ഞാൻ കുടിക്കണു, എത്രയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത്രയും കുടിച്ചിട്ടുണ്ട്. ഇവരുടെ ചായ അടക്കം ഞാനാ കുടിച്ചിരിക്കുന്നത്. പക്ഷെ അതെനിക്ക് പ്രശ്നമില്ല, ഞാൻ ചായ ഫേവറേറ്റ് ആണ്. ഇത് ഗ്ലാസ് വേറെ കേട്ടോ, ഗ്ലാസിന് ഷേപ്പ് നോക്കി. ബാക്കിയുള്ള പോലെ വളവും ചെരുവൊന്നുമില്ല, കറക്റ്റ് ഷേപ്പാണ്. ക്വാണ്ടിറ്റി നല്ലോണ്ട്. ഓ ഓക്കെ, നൈസായിട്ട്. നല്ല വെയിലുണ്ട്. പക്ഷേ കറക്റ്റ് ചൂട്, കറക്റ്റ് പാല്, കറക്റ്റ് ചായപ്പൊടി, എല്ലാം കറക്റ്റാണ്. എനിക്ക് സർപ്രൈസിങ്ങിലി അടിപൊളിയുണ്ട്. TNT-യുടെ അത്ര വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊടിക്ക് താഴെ. TNT-യുടെ അത്ര വന്നിട്ടില്ല, എന്നാൽ അതിൻ്റെ കുറച്ച് താഴെ. പക്ഷെ നന്നായിട്ടുണ്ട്. പോയിന്റ് ചെയ്യാൻ പറയാം. രസല്ലേ? കുടിച്ചു നോക്കും. നല്ല ചൂടുണ്ടോ? ചൂട് ആവറേജ്. കുറച്ച് സമയം കൊണ്ട് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നന്നായിട്ടുണ്ട്. ഞാൻ പറയാൻ വെച്ചാൽ എല്ലാം കറക്റ്റ് ആണ്. മിക്സേഴ്സ് നന്നായിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ട്. ഷുഗർ കറക്റ്റാണ്. പക്ഷേ ഐ സ്റ്റിൽ പ്രിഫർ TNT. അത് തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. ബട്ട് നമുക്ക് റേറ്റിംഗ് എന്തായാലും കൊടുക്കണമല്ലോ. അപ്പോൾ ഐ വിൽ ഗിവ് 5 സ്റ്റാറിൽ ഞാൻ 4 കൊടുക്കുന്നു. 4 കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റിൽ ഞാനും 5 സ്റ്റാറിൽ എനിക്ക് 4 തന്നെയാണ്. ഓക്കെ, TNT ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് എന്നാലെങ്കിലും ഇത് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അനിരുദ്ധ്. പ്ലീസ് അനിരുദ്ധ്, എങ്ങനെയുണ്ട് സാധനം? അടുത്തതായി റിവ്യൂ ഞാൻ പറയാം. ഓക്കെ, അപ്പം സത്യം പറഞ്ഞത് ഞാൻ രണ്ടാമത്തെ കടയാണ് എൻ്റെ. ഞാനിപ്പോൾ ജോയിൻ ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ കുടിച്ചത് വെച്ചിട്ട് നല്ലൊരു ഇതാണ്. അപ്പോൾ അതാണ് എൻ്റെ റിവ്യൂ. ഞാൻ റേറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ഞാനും കൊടുക്കും. നമ്മുടെ ടോപ്പ് 5 ചായക്കട റേറ്റിംഗിന്റെ ലാസ്റ്റ് ചായ അടക്കപ്പല കുടിച്ച് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഫൈനൽ റിവ്യൂ ആണ് പറയേണ്ടത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ റേറ്റിംഗ് വെച്ച് നമുക്ക് തോന്നിയത് ഇതാണ്. ഇപ്പൊ ഏതാണ്ട് എല്ലാം കഴിഞ്ഞോട് കൂടിയിട്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായിട്ട് ഫസ്റ്റ് പ്ലേസിൽ TNT. ഡെഫിനറ്റ്ലി എനിക്ക് തന്നെ TNT ആണ് ഏറ്റവും. സെക്കൻഡ് പ്ലേസ് ആണ് പിന്നെ നമുക്ക് തോന്നുന്നത്. സെക്കൻഡ് പ്ലേസ് എനിക്ക് തോന്നുന്നു ടീം മാനിയക്കാണ്. അത് കുറച്ച് പോയിന്റ് വ്യത്യാസമുണ്ട്, എന്നാലും സെക്കൻഡ് പ്ലേസ് ഞാൻ ടീം മാനിയക്കിനെ കൊടുക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് പ്ലേസ് വന്ന് നമ്മളെ ഒരു കടയാണ്, ഒരു പേരില്ലാത്തൊരു കടയായിരുന്നു. ഒരു സാധാരണ നോർമൽ കടയാണ്. പക്ഷെ അത് മോശമാണെന്നല്ല ഞങ്ങൾ പറയണത്. അത് ഒരു ആവറേജ് ആൻസ് നല്ല പ്ലേസ് തന്നെയാണ്. എല്ലാവർക്കും പോയി കുടിക്കാം. നീറ്റ് അത്യാവശ്യം ഇതിനൊന്നും പ്രശ്നമില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അതെ, TNTയും നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് TNT ആണ് ഏറ്റവും ബെസ്റ്റ്. സോ ഗൈസ്, നമ്മുടെ റാങ്കിങ്ങിലപ്പം വന്നിരിക്കുന്നത് TNT ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ടീമാനിയാക്ക്, തേർഡ് പ്ലേസ് ദിസ് ഫുഡ് ബേ കഫേ. അതാണ് ഇപ്പൊ നമുക്ക് തേർഡ് പ്ലേസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്താ ഇവിടുന്ന് ബ്രെഡ് സംതിങ് ലൈക്ക് ബ്രെഡ് ഓംപ്ലേറ്റോ അങ്ങനെ എന്തൊക്കെ മേടിച്ചിട്ട് അത് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ കുറെ സ്നാക്സ് ഉണ്ട് കേട്ടോ ഫുഡ് ബേ കഫേയില്. നല്ല സ്നാക്സ് ഉണ്ട്, അടിപൊളി സ്നാക്സ് ആണ്. പഴംപൊരിയും ഉഴുന്നോടി എല്ലാം ഉണ്ട്. വെറൈറ്റി ടൈപ്സ് ഓഫ്. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഇതേപോലത്തെ റാങ്കിങ് ഏറ്റവും ടോപ്പ് വെറൈറ്റി ഫുഡ്സ് നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കാണാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അതെ, ഷെയർ ചെയ്യാം ഗൈസ്. ഇതേപോലുള്ള വെറൈറ്റി അല്ല, എന്നാലും ആരും അങ്ങനെ ചെയ്യാത്ത റാങ്കിങ് ഐറ്റംസ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താ ചെയ്യുക, ഒരു പ്രശ്നമല്ല. അപ്പോൾ ബൈ ഗൈസ്.